ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് മടങ്ങി വരുന്ന അലീന സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃഷ്ണജിയോട് പറയുകയാണ്. രോഹിത്തിനെതിരെ പോലീസുകാർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കംപ്ലയിൻറ്റിൽ ഒപ്പിടാത്തത് കൊണ്ടാണ് തന്നെ ഇത്രയും നേരം സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം കൃഷ്ണജിയോട് പറയുന്നു. അതിനുശേഷം രേവതിക്കുട്ടി മുൻകൈ എടുത്താണ് തന്നെ സ്റ്റേഷനിൽ നിന്ന് വിടിപ്പിച്ചെന്നുള്ളത് മനസ്സിലാക്കുന്ന അലീന ഗ്രേസി ആൻറ്റിയോടും മാമച്ചനങ്കിളിനോടും ജോബിച്ചാനോടും എല്ലാവരോടും താങ്ക്സ് ഒക്കെ പറയുന്നു. അതിനുശേഷം രാവിലെ പത്രം വരുന്നുണ്ട്. ആ പത്രത്തിനകത്ത് ഓടിച്ചെന്ന് കൃഷ്ണജ പത്രം എടുക്കുന്ന സമയത്ത് പത്രത്തിനകത്ത് രോഹിത്തിനെ കുറിച്ചുള്ള വാർത്തകളാണ്. രോഹിത്തും ഹരിയും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞൊരു പത്രത്തിലൊരു ഫ്രണ്ട് പേജ് ഒരു വാർത്തയും കുറച്ച് അവർ 4 പേരുടെയും ഫോട്ടോസും കൂടി കാണുന്ന കൃഷ്ണജ കരയുകയാണ്. ആദ്യം പത്രം വായിക്കുന്ന അലീന അത് വായിച്ചതിന് ശേഷം അലീന ഇരുന്ന് കരയുകയാണ്. അതിനകത്ത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. രോഹിത്ത് അലീനയ്ക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും അലീന സ്വയം തന്നെ കത്രിക കുത്തിക്കയറ്റി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അതിനുശേഷം ആ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ബാലചന്ദ്രൻ കാശ് കൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കിയെന്നൊക്കെയാണ് പത്രത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. വാർത്ത കാണുന്ന അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അലീന വളരെ വിഷമിച്ചിരിക്കുകയാണ്. കൃഷ്ണജയും അത് മുഴുവൻ വായിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും പരസ്പരം എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതിരുന്ന് കരയുകയാണ്. അലീന കൃഷ്ണജയോട് പറയുന്നുണ്ട്, മോളെ നീ അതൊന്നും കേട്ട് വിഷമിക്കേണ്ട. പത്രക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോന്ന് എഴുതി പിടിപ്പിക്കുകയാണ്. സത്യം എന്താണെന്ന് നമുക്കറിയാമല്ലോ, നീ വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അലീനയെ കൃഷ്ണജയെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് വൈജയന്തിയുടെ റൂമിൽ നഴ്സ് പത്രം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പത്രം വായിക്കുന്ന നഴ്സ് വൈജയന്തിയോട് പറയുന്നു, എന്തായാലും മാഡത്തിൻ്റെ മോൻ നല്ല ആളാണ്, പത്രത്തിലെ വാർത്ത കണ്ടില്ലായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ പത്രം നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നഴ്സിൻ്റെ കയ്യിൽ നിന്ന് വൈജയന്തി പത്രം മേടിച്ച് വായിക്കുന്നു. കാണുന്നതും രോഹിത് ഉൾപ്പെടെ 4 പേരുടെ ഫോട്ടോയും വാർത്തകളുമാണ്. ആ വാർത്ത കാണുന്ന വൈജയന്തിയുടെ മുഖം അങ്ങ് പിളറി വെളുക്കുകയാണ്. മകൻ കൈവിലങ്ങൊക്കെ അണിഞ്ഞുകൊണ്ട് ഫോട്ടോയ്ക്ക് നിൽക്കുന്നത് ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇത് കാണുന്ന ആ ഡ്യൂട്ടി നഴ്സായിട്ട് നിൽക്കുന്നവർ തമ്മിൽ പരസ്പരം ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ പത്രത്തിലെ വാർത്തകൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ വൈജയന്തി കരയുകയാണ്. ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്തങ്ങ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം വാർത്ത വായിച്ചതിന് ശേഷം അപ്പുറത്തുള്ള റൂമിൽ നിന്നുള്ള ആൾക്കാരെല്ലാം വൈജയന്തിയെ കാണാനായിട്ട് വരുന്നുണ്ട്. വൈജയന്തിയെ ഇങ്ങനെ നോക്കുകയാണ്. അവർ പരസ്പരം അടക്കം പറയുകയും കുറ്റം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീ മുമ്പോട്ട് വന്നിട്ട് വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നത്? 17 വയസ്സും പോലും പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചവൻ്റെ അമ്മയില്ലേ നിങ്ങൾ? ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നത്? മക്കളെ ഇങ്ങനെയല്ല വളർത്തേണ്ടതെന്നൊക്കെ പറഞ്ഞ് അവർ അവരുടേതായ രീതിയിൽ കുറേ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന വൈജയന്തിക്ക് തിരിച്ച് മറുപടി ഒന്നും പറയാൻ പറ്റത്തില്ല. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് വൈജയന്തി പറയും, നിങ്ങൾ ചെന്ന് ആ റൂം ഒന്ന് അടയ്ക്കാമോ എന്ന് ചോദിക്കും. കാരണം ആൾക്കാരിങ്ങനെ വന്നും പോവുകയും ഓരോന്നൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നത് കാണുന്ന വൈജയന്തിക്കൊക്കെ വിഷമമാവുകയാണ്. അങ്ങനെ സിസ്റ്റർ ചെന്നിട്ട് ഡോറങ്ങ് അടയ്ക്കുന്നുണ്ട്. പത്രം വായിച്ചതിന് ശേഷം അലീനയും കൃഷ്ണജയും കരയുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അലീന അടുക്കളയിൽ പാചകം ചെയ്യാൻ പോകുന്നു. ആ സമയത്ത് ഗേറ്റിന് പുറത്ത് കുറേ ആൾക്കാർ ചേർന്ന് ഭയങ്കര ബഹളമാണ്. അവർ കല്ലും മടലും എല്ലാം പറക്കി എറിയുന്നുണ്ട്. ഗേറ്റിൻ്റെ എല്ലാം തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മതിലിൻ്റെ മുകളിൽ കയറി നിന്ന് ഭയങ്കര ആക്രോശിക്കുകയാണ്, ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കേൾക്കുന്ന കൃഷ്ണജ ഓടി വന്ന് അലീനയുടെ അതും ചേച്ചി, നമ്മുടെ വീട്ടിന് പുറത്ത് കുറേ ആൾക്കാർ ചേർന്ന് ഭയങ്കര ബഹളമാണ്. അവർ കല്ലെല്ലാം പറക്കി എറിഞ്ഞ് ഗ്ലാസ് എല്ലാം പൊട്ടിക്കുന്നുണ്ട്. ചിലർ മതിലിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു. ചേച്ചി എനിക്ക് പേടിയാവുന്നു, നീ വിഷമിക്കേണ്ട മോളെ, പീഡനക്കേസിൽ പ്രതിയുടെ വീടല്ലേ, അപ്പോൾ അവർക്ക് ആരും ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവർ കയറി എന്തെങ്കിലുമൊക്കെ നാശനഷ്ടം ഉണ്ടാക്കും. ചേച്ചി അവരങ്ങനെ കതക് തുറന്ന് അകത്ത് കയറി വരുമോ? പേടിക്കേണ്ട, ഞാൻ ഗേറ്റെല്ലാം നല്ലോണം പൂട്ടിയേക്കുവാണ്. നമ്മളകത്തുനിന്ന് വാതിലും പൂട്ടിയിട്ടില്ല, ആരും ഇടിച്ച് തുറന്നൊന്നും അകത്തോടൊന്നും കയറത്തൊന്നുമില്ല. നീ വാതിലും ജനലും ഒന്നും തുറക്കണ്ട, അങ്ങനെ ഇരിക്കട്ടെ എന്നാണ്. അങ്ങനെ ഒരു ഗ്ലാസ് സൈഡിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം അവനെ ഇങ്ങോട്ട്, രോഹിത്ത് വീട്ടിലുണ്ടെന്നുള്ള രീതിയിലാണ് രോഹിത്തിനെ ഇങ്ങോട്ട് ഇറക്കി വിടുക. പിന്നെ ബാലചന്ദ്രൻ പണം കൊടുത്ത് സ്വാധീനിച്ച് വെച്ചേക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനെക്കുറിച്ചൊക്കെ ഓരോന്നൊക്കെ അവരിങ്ങനെ പറയുകയാണ്. രണ്ട് നാട്ടുകാർ ചേർന്ന് പരസ്പരം അടക്കം പറയുന്നുണ്ട് രോഹിത്തിനെക്കുറിച്ചും. എന്നാലും ആ ചെറുക്കൻ ഇങ്ങനെ ചെയ്യുമോ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല, അവനെ കണ്ടാൽ ഒരു പൂച്ച കണക്കിരുന്നതാണല്ലോ, അവൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആണല്ലോ എന്നൊക്കെ പറയും. ഇവനെയൊക്കെയാണോ ഇത്ര കാര്യമായിട്ടൊക്കെ വളർത്തിക്കൊണ്ട് വന്നത്? പണം ഉണ്ടെന്ന് കരുതി എന്തും ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ ഓരോന്നൊക്കെ പറയുകയാണ്. അവർക്ക് ദേഷ്യം അടങ്ങാത്ത രീതിയിൽ അവരങ്ങ് ഓരോരോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. എല്ലാവരും ഗേറ്റൊക്കെ ഇട്ടങ്ങ് തള്ളി തുറക്കുവാണ്. തള്ളി തുറന്ന് അകത്ത് കയറി എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അവർ ബലപ്രയോഗം നടത്തുന്നത്. ഇതെല്ലാം കണ്ട് കൃഷ്ണജയും അലീനയും പേടിച്ചിരിക്കുകയാണ്. അവരങ്ങനെ തുറന്ന് അകത്ത് കയറി വരുമെന്നുള്ള നല്ല ഭയം അലീനയ്ക്കുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അലീന
ഫോണെടുത്ത് ഗോവർദ്ധൻ അങ്കിളിനെ വിളിക്കുന്നുണ്ട്. അങ്കിളെ, ഇവിടെ വലിയ പ്രശ്നമാണ്. ഇവിടെ ആൾക്കാരെല്ലാം ചേർത്ത് വീട്ടിന് പുറത്ത് ഗേറ്റെല്ലാം തള്ളി തുറക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട്. ഞങ്ങൾ 3 പേരും ഇല്ലേ ഉള്ളൂ. നിങ്ങൾ വിഷമിക്കേണ്ട. അങ്കിൾ എവിടെ? ഞാൻ ഇപ്പോൾ വക്കീലിനെ കാണാൻ വേണ്ടി വക്കീൽ ഓഫീസിലോട്ട് പോവുകയാണ്. ഇപ്പം ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് ചെല്ലും. ബാലേന്ദ്രൻ അങ്കിളിനെ കാണും. എനിക്കൂടി അങ്ങോട്ട് വരണമെന്നുണ്ട്. അപ്പോൾ അവിടെ ബബിതയും കൃഷ്ണജിയും മാത്രമല്ലേ ഉള്ളൂ. സാരമില്ല, ഞാൻ ഗേറ്റെല്ലാം പൂട്ടിയിട്ടാണ് ഇറങ്ങി വരുന്നത്. ഞാൻ വരാം. ഞാൻ വന്നതിന് ശേഷം അങ്കിൾ പോയാൽ മതി എന്നൊക്കെ പറയും. ആ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ അലീൻ്റെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അലീന കൃഷ്ണജിയോട് പറയും, മോളെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. കാരണം അച്ഛൻ്റെ ഫോൺ എൻ്റെ ഇരിക്കുമില്ലേ, ഇവിടുത്തെ വിവരങ്ങളൊക്കെ പറയണം. ഞാൻ എന്തായാലും പോയിട്ട് വരാം. ഒരു കാരണവശാലും ഗേറ്റൊന്നും തുറക്കരുത്. ഞാൻ ഗേറ്റ് പൂട്ടിയിട്ടേ പോകത്തുള്ളൂ. വാതിലെല്ലാം അടച്ചേക്കണം. ഞാനോ ഗോവർദ്ധൻ അങ്കിളോ മനോജിനോ അല്ലാതെ വേറെ ആരും ഒന്ന് വിളിച്ചാലും വാതിൽ തുറക്കുകയൊന്നും ചെയ്യരുത്. ബബിതയോടും പറഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീന ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നത്. ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്ന സമയത്ത് അലീനയെ കാണുന്നതും ബാലേന്ദ്രൻ ഭയങ്കര സന്തോഷമോ, മോളെ നിന്നെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചോ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. നിന്നെ പിടിച്ചോണ്ട് പോയത് ചോദ്യം ചെയ്യാൻ വേണ്ടിയായിരുന്നു, രമേശ് നമ്പ്യാരാണോ നിന്നെ പിടിച്ചോണ്ട് പോയത് എന്നൊക്കെയാണ് ബാലേന്ദ്രൻ ചോദിക്കുന്നത്. പറയും, അതേ അച്ഛാ, രമേശ് നമ്പ്യാരാണ്, SI ആണ് എന്നെ കൊണ്ടുപോയത്. അതിനുശേഷം CI ആണ് എന്നെ ചോദ്യം ചെയ്തത്. മുമ്പത്തെ ഒരു കേസ് തന്നെയാണ്. രോഹിത്തിനെതിരെ അവർ കംപ്ലയിൻറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ കംപ്ലയിൻറ്റിൽ ഞാൻ ഒപ്പിടണമെന്ന് പറഞ്ഞാണ് അവർ ഇത്രയും നേരം എന്നെ സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരുന്നത്. അതിന് ഞാൻ തയ്യാറല്ല, എനിക്ക് പരാതിയില്ലെന്ന് പറഞ്ഞപ്പോൾ CI ഒരു കാരണവശാലും അതിന് സമ്മതിക്കത്തില്ല. ഞാൻ ഒപ്പിട്ടതിന് ശേഷം എന്നെ സ്റ്റേഷനിൽ നിന്ന് വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ രേവതിക്കുട്ടിയും ഗ്രേസി ആൻറ്റിയും മാമച്ചനങ്ങളും കൂടി ചേർന്ന് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിടിപ്പിച്ചെന്ന് പറയും. അവരെന്താ ചെയ്തത്? അവരുടെ ഗ്രേസി ആൻറ്റിയുടെ ഒരു റിലേറ്റീവ് ഉണ്ട്, കുര്യച്ചൻ അങ്കിൾ, കൊടവരങ്ങാട്ടുള്ളത്. അപ്പം ആ അങ്കിളിനെ കണ്ട് ആ അങ്കിളിൻ്റെ മരുമകളുടെ അച്ഛൻ പാല DYSP ആണ് മധുസൂദനൻ നായർ. സാർ ഇടപെട്ടാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിടിപ്പിച്ചതെന്ന് പറയും. അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ബാലേന്ദ്രനോട് അലീന വിശദീകരിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ബാലേന്ദ്രന് നല്ല വിഷമം വരുന്നുണ്ട്. കാരണം തൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണല്ലോ ആ കുട്ടിക്ക് ഇത്രയും ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായെന്നുള്ളൊരു മനപ്രയാസത്തിലാണ് ബാലേന്ദ്രൻ. അങ്ങനെ ഗോവർദ്ധനോട് പറയും, എന്തായി രോഹിത്തിൻ്റെ ജാമ്യം എന്തെങ്കിലും ശരിയായോ എന്നൊക്കെ ചോദിക്കും. ഞാൻ 2 തവണ ശ്രമിച്ചു ബാലേട്ടാ, ഇനിയിപ്പോൾ ഉടനെ അവരെ കോടതിയിൽ കൊണ്ടുവരും. അതിനുശേഷം അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറയും. അപ്പം അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് സംസാരിക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ കഥ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.